അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ എഴുതാനധികം കണ്ടന്റ് കിട്ടാതിരിക്കുമ്പോഴാണ് എൻ്റെ ഉള്ളിലെ ചിത്രകാരി ഉണരുന്നത്. ബോർഡർ ഡിസൈൻസ് നന്നായി ചെയ്യുമ്പോൾ അസൈൻമെൻറ്റ് അട്രാക്റ്റീവ് ആകും. അതായിരുന്നു എൻ്റെ സീക്രട്ട്. കാത്തിരുന്ന് കിട്ടുന്ന ഓണം വെക്കേഷന് കുറേ പ്ലാൻ ചെയ്തിരിക്കുമ്പോഴായിരിക്കും അസൈൻമെൻറ്റ്സിൻ്റെ ലിസ്റ്റുമായി ടീച്ചേഴ്സ് എത്തുന്നത്. അസൈൻമെൻറ്റ്സിനെ കുറിച്ചൊക്കെ ആരാ ഈ വെക്കേഷൻ സമയത്ത് ഓർത്തിരിക്കുന്നത്? സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേദിവസമായിരിക്കും അതിനെക്കുറിച്ച് ഓർമ്മ വരുന്നത്. പിന്നെ എന്താ ചെയ്യുക, കണ്ടന്റ് വളരെ കുറവായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അസൈൻമെൻറ്റ് കുറച്ച് അട്രാക്റ്റീവ് ആകാൻ നിങ്ങൾക്കും ഈ ബോർഡർ ഡിസൈൻസ് യൂസ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഞാൻ വരച്ച ബോർഡർ ഡിസൈൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പൂക്കളായിരുന്നു. ഇത് വരയ്ക്കാൻ ഞാൻ വളരെ ബുദ്ധിമുട്ടി. ഇങ്ങോട്ട് വരയ്ക്കണോ അങ്ങോട്ട് വരയ്ക്കണോ ആകെ കൺഫ്യൂഷനായിരുന്നു. അവസാനം ഇലയും വരച്ചു ഇങ്ങനെ ആക്കിയെടുത്തു. ഈ ഒരു ഡിസൈൻ വരച്ചപ്പോൾ അനാവശ്യമായിട്ട് ഞാൻ ആ ബ്ലാക്ക് കൊണ്ട് വീണ്ടും വരച്ചു. എന്തിനാ ആ ബ്ലാക്ക് യൂസ് ചെയ്തതെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. പിന്നെ ഒരു ഭംഗിക്കായി വീണ്ടും ഒരു റൗണ്ടും കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ഏതാണെന്ന് കമൻറ്റ് ചെയ്തേക്കണേ.